ഇപ്പോൾ നെയ്യാർ ഡാമിൽ ഇന്നലെ വൈകിട്ട് 4:30-5 മണിയോടുകൂടിയാണ് ഒരു പെൺകുട്ടി, നേമം സ്വദേശിയായിട്ടുള്ള ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ വന്ന് ഈ കനാലിലേക്ക് ചാടിയത്, നെയ്യാർ ജലാശയത്തിലേക്ക് ചാടിയത്. തീർച്ചയായും ഇന്നലെ വൈകുന്നേരം മുതൽ ഫയർഫോഴ്സ്, പോലീസ്, നെയ്യാർ ഡാം ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും കിണഞ്ഞ പരിശ്രമവും അന്വേഷണമൊക്കെ നടന്നു. ഇന്നിപ്പോൾ ഉച്ചയോടെ കുട്ടിയുടെ മൃതശരീരമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. തിരുവനന്തപുരം RTO ഓഫീസിലെ ജീവനക്കാരിയായിട്ടുള്ള ശരണ്യ എന്ന പെൺകുട്ടിയാണ്. 2 കുഞ്ഞു കുട്ടികൾ ഉണ്ട്. ഒരു 4 വയസ്സും 2.5 വയസ്സും പ്രായമുള്ള 2 കുട്ടികളുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഭർത്താവ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ചാടിയത് എന്നാണ് അദ്ദേഹം ഇന്നലെ ഞങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിയിരുന്നു. രാത്രി വളരെ വൈകിയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വളരെ വൈകി വരെ ഫയർഫോഴ്സിൻ്റെ അന്വേഷണം നടന്നു. ഇന്ന് രാവിലെ മുതൽ സ്കൂബ ടീം വളരെ സുശക്തമായ പരിശോധന നടത്തിയാണ് ഇപ്പോൾ ബോഡി കണ്ടെത്തിയത്. മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരിക്കുകയാണ്. മരണകാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. എങ്കിലും നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലൊരു കുട്ടി വന്ന് സംഭവിച്ചതൊരു ദാരുണമായ സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൻ്റെ കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്.